പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. ജനഗണമന അടക്കമുള്ള ചിത്രങ്ങളിലെ പ്രതിഫല തുക സംബന്ധിച്ച് വ്യക്തത വരുത്തണം. ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പുനരന്വേഷിക്കാൻ ഇ.ഡി. അന്വേഷിക്കുന്നത് 2016 മുതലുള്ള കേസുകൾ. സ്വകാര്യ ചാനലിന്റെ മറവിൽ വിദേശ ഫണ്ട് എത്തിയതും അന്വേഷണ പരിധിയിൽ. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് വിദേശ ഫണ്ട് എത്തിയെന്ന് സ്ഥിരീകരണം. ഇ.ഡി. കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള കേസുകൾ ചെന്നൈ യൂണിറ്റിലേക്ക് മാറ്റി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്ര നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരു അംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കുവാൻ മലപ്പുറത്ത് എവിടെയുണ്ട്? ഒരു കുട്ടിപ്പള്ളിക്കൂടം പോലും തരുന്നുണ്ടോ? ഒരു കോളേജ് ഉണ്ടോ? അവിടെ ഉണ്ട്. ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ടോ? എന്തുണ്ട് മലപ്പുറത്ത്? മലപ്പുറത്തെക്കുറിച്ച് വിവാദ പ്രസംഗവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറത്ത് ഈഴവർക്ക് കടുത്ത അവഗണന. സമുദായാംഗങ്ങൾ ജീവിക്കുന്നത് ഭയത്തിൽ. പിന്നാക്ക വിഭാഗം വോട്ട് കുത്തിയന്ത്രങ്ങളെന്ന ആരോപണം. മലപ്പുറത്ത് സ്വതന്ത്രമായി ശ്വസിക്കാനോ അഭിപ്രായം പറയാനോ കഴിയുന്നില്ല. രാഷ്ട്രീയ സാമ്പത്തിക വിദ്യാഭ്യാസ നീതി ഈഴവർക്ക് ലഭിക്കുന്നില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ. CPIM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിക്ക് മുൻതൂക്കം. പുതിയ കമ്മിറ്റിയെയും ജനറൽ സെക്രട്ടറിയെയും നാളെ തെരഞ്ഞെടുക്കും. ചർച്ച ചെയ്യാൻ വൈകിട്ട് PB ചേർന്നേക്കും. പാർട്ടി കോൺഗ്രസിൽ ഇന്ന് സംഘടനാ റിപ്പോർട്ട് ചർച്ച. മുഖ്യമന്ത്രിയുടെ മകൾ T. വീണ പ്രതിയായ മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന ഇന്ന് മുതൽ. പരിശോധന നടത്തുക എറണാകുളം വിചാരണ കോടതിയിൽ. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പ്രതികൾക്ക് സമൻസ് അയക്കും. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതിക്കെതിരെ കൂടുതൽ തെളിവുകൾ. ഉദ്യോഗസ്ഥയെ ഗർഭഛിദ്രത്തിന് വിധേയയാക്കാൻ പ്രതി സുകാന്ത് വ്യാജരേഖകളുണ്ടാക്കി. സ്വകാര്യ ആശുപത്രിയിൽ ഗർഭഛിദ്രം നടത്തിയതിനും തെളിവ്. വ്യാജ ക്ഷണക്കത്തുൾപ്പെടെ ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ശമ്പള വർധനയ്ക്കായി സമരം ചെയ്ത അംഗൻവാടി ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടി. ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. നോട്ടീസ് നൽകിയത് LDF ഭരിക്കുന്ന തിരുവനന്തപുരം ഉഴമയ്ക്കൽ പഞ്ചായത്ത്. അംഗൻവാടി അടച്ചിട്ടതും സർക്കാരിനെതിരെ സംസാരിച്ചതും തെറ്റെന്ന നോട്ടീസ്. നിലമ്പൂർ വനത്തിൽ 3 ഇടങ്ങളിലായി 3 കാട്ടാനകൾ ചരിഞ്ഞ നിലയിൽ. ജഡം കണ്ടെത്തിയത് മരുത, കാരക്കോട്, കരുളായി എന്നിവിടങ്ങളിൽ. കരുളായിയിൽ കണ്ടെത്തിയത് 6 മാസം പ്രായമുള്ള ആനയെ. കരുളായിയിലെ ആനക്കുട്ടിയെ കടുവ ആക്രമിച്ചുവെന്ന് നിഗമനം. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സമരം കടുപ്പിക്കുമെന്ന് ആശമാർ. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുവരെ സമരം തുടരും. ആശമാരുടെ നിരാഹാര സമരം 16ാം ദിവസത്തിൽ. ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കയിൽ. പ്രസിഡന്റ് അനുര കുമാര ദിസനായകയുമായി ഇന്ന് നയതന്ത്ര ചർച്ച. ദിസനായകയെ അധികാരത്തിലേറിയ ശേഷം ഒരു വിദേശ നേതാവ് ലങ്കയിലെത്തുന്നത് ആദ്യം. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. മത്സരം വൈകിട്ട് 3:30 ചെന്നൈയിൽ. വൈകിട്ട് 7:30 രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും.